തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ പോസ്റ്റർ വിവാദം തൃശ്ശൂരാണ് ഉയർന്നത്. അതിൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പ്രതികരിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാൻ നേരെ ജനങ്ങളിലേക്കാണ്. ഏതൊരു ഡോക്ടർ ബന്ധപ്പെട്ടു അതെനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ ആ പോസ്റ്റേ വായിച്ചിട്ടില്ല. പ്രമുഖരായ കലാകാരന്മാർ മാത്രമല്ല, വ്യക്തികളുണ്ട്. അത് എല്ലാ ജില്ലകളിലുമുണ്ട്, എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസീസിലുമുണ്ട്. അത് സ്ഥാനാർത്ഥികളെല്ലാം പോയി കാണുന്നതും അത് ഒരു ചടങ്ങായിട്ട് ചെയ്യുന്നവരുണ്ട്. ഞാനിത് ഒരു ഗുരുത്വത്തിന്റെ പുറത്ത് മാത്രം ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് പാർട്ടി നിർദ്ദേശിച്ച ആൾക്കാരുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാരണം പ്രാദേശികമായിട്ട് അവർക്കാണ് പിന്നെ അറിവിന്റെ ബലം. ആ പശ്ചാത്തലത്തിൽ അവർ പറഞ്ഞ ലിസ്റ്റ് ഇനി ഞാൻ ഇന്നാര് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞ് അതാരാണെന്ന് എനിക്കിപ്പോൾ പറയാനൊക്കത്തില്ല. അങ്ങനെ പറഞ്ഞ ചില പേരുകളുണ്ട്. ഈ പേരുകളെല്ലാം വെച്ചിട്ട് പാർട്ടി ജില്ലാ പ്രസിഡന്റാണ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ദിവസങ്ങൾ തീരുമാനിച്ച് മണ്ഡല സന്ദർശനമുള്ള ദിവസങ്ങളിൽ ആ മണ്ഡലത്തിലെ പ്രമുഖർ, ഗുരുനാഥ അല്ലെങ്കിൽ ഗുരുനാഥ തുല്യം എന്നൊക്കെ പറയാവുന്ന വ്യക്തികളെ കാണുന്നത്. നേരിട്ട് ഒരാളെ ഏൽപ്പിച്ചിട്ടില്ല, ഒരാളെ ഏൽപ്പിക്കാനും ഉദ്ദേശിച്ചിട്ടില്ല. വ്യക്തിപരമായിട്ടുള്ള അടുപ്പമുള്ള ഒരാളാണല്ലോ. അപ്പൊ ഇനിയിപ്പോ ഇതിനു മുമ്പ് പോയി അദ്ദേഹത്തിന് ഞാൻ മുണ്ടും നേരിയതും കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ലഘുഭക്ഷണം. ഇതെല്ലാം നിങ്ങളുടെ അടുത്തും അതിന്റെ ബൈറ്റൊക്കെ കാണുമല്ലേ? അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വണങ്ങി. ഇതല്ല, രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് ശ്രീ ലീലാകൃഷ്ണൻ നായർ അദ്ദേഹം ഒരുപാട് പൈസ ചെലവാക്കി ഗോപി ആശാന്റെ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചിട്ടുണ്ട്. അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് ലീലയിൽ ഞാനാണ്. എനിക്ക് തോന്നുന്നത് 2011-12 മറ്റോ ആണ്. ഇത് കഴിഞ്ഞ് ഇതിന്റെ ഒരു പ്രസരണ ശേഷി കണ്ടിട്ട് ബോംബെയിൽ ഇതേ ചടങ്ങ് വെച്ചു. അതിനും ഞാനാണ് പോയിരുന്നത്. അന്നും ഗോപി ആശാൻ ഉണ്ടായിരുന്നു. എപ്പോൾ കണ്ടാലും ഒരു ഗുരുവിനെ കണ്ട് വണങ്ങുന്നത് പോലെ, തൊട്ട് വണങ്ങുന്നത് പോലെ വണങ്ങിയിട്ടുണ്ട്. ഇനിയും അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല ഇപ്പോഴും ഇത് അദ്ദേഹത്തിന്റെ മനസ്സാണോ, അദ്ദേഹം അറിയിച്ചതാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാനത് അന്വേഷിക്കില്ല. ഞാൻ എൻ്റെ ജില്ലാ പ്രസിഡന്റിനോട് പറയും. അദ്ദേഹം അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നേരെ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരുവായ ഗുരുവായൂരപ്പന്റെ മുന്നിൽ ചെന്ന് ഇത് ഗോപി ആശാനുള്ളത് എന്ന് പറഞ്ഞ് മുണ്ടും നേരിയതും വെച്ച് ദക്ഷിണയും വെറ്റിലയും പാക്കും വെച്ച് ഞാൻ അവിടെ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഗോപി ആശാൻ പറഞ്ഞാൽ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ടില്ലല്ലോ. എനിക്കിത് ചെയ്തേ മതിയാവും. ഞാനെല്ലാം മാനസപൂജയിലും ചെയ്യും. എനിക്ക് പോകാൻ പറ്റാത്ത എത്രയോ ക്ഷേത്രങ്ങളുണ്ട്. കാമാഖ്യ ക്ഷേത്രം എന്ന് പറയുന്നത് എപ്പോഴും എൻ്റെ സ്വപ്നത്തിലുള്ള ഒരു ക്ഷേത്രമാണ്. പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ ശ്രീ രമേശ് ചെന്നിത്തല അവിടെ പോയി പൂജ ചെയ്തതിന്റെ പടങ്ങൾ പലതും ഞാൻ കണ്ടിട്ടുണ്ട്. ആ പടത്തിൽ ഇതാണ് രൂപം എന്ന് പറഞ്ഞ് മാനസപൂജയിൽ ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ആ വിഗ്രഹം മനസ്സിൽ കൊണ്ടുവന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ ഞാൻ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ ചെന്ന് പ്രാർത്ഥിച്ചോളാം. അദ്ദേഹം ഈ അടുത്ത കാലത്ത് അവിടെ പോയി തുലാഭാരം നടത്തിയതില്ലേ, കിരീടം, വേഷം എല്ലാം ധരിച്ചുകൊണ്ട്. ഞാൻ ആ ചിത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഞാനത് ചെയ്തോളാം. അദ്ദേഹത്തിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും പ്രഷറൈസ് ചെയ്യത്തില്ല. സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് കേട്ടത്. ഈ വിവാദത്തിൽ തനിക്ക് പങ്കില്ല, തന്റെ അറിവോടെയല്ല ഇങ്ങനെ ഒരു വ്യക്തി അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തത് ആരെയും അതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല എന്നതാണ് സുരേഷ് ഗോപി ഈ വിവാദത്തിൽ വിശദീകരിക്കുന്നത്. എല്ലാവരുമായും അങ്ങേയറ്റം ആത്മാർത്ഥമായ ബന്ധമാണുള്ളത്. ഏതെങ്കിലും പ്രധാന വ്യക്തിയെ തെരഞ്ഞെടുപ്പിന്റെ പേരിൽ മാത്രം പോയി കാണാനല്ല താൻ ഉദ്ദേശിക്കുന്നത്, മറിച്ചൊരു ഗുരുപൂജ എന്ന രീതിയിൽ താൻ കാണുന്നു എന്നതൊക്കെയാണ് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം. വിവാദത്തിൽ തനിക്ക് പങ്കില്ല എന്നതാണ് BJP സ്ഥാനാർത്ഥി ഇക്കാര്യത്തിൽ വിശദീകരിക്കുന്നത്.